അതായത് കുറേ പ്രയാസങ്ങളുണ്ട്. ഒന്നിപ്പോൾ നമുക്കിവിടെ ഒരു ചികിത്സക്കോ ഡോക്ടറെ കാണാറിഞ്ഞ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ഇവിടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരു ചിലവില്ലാതെ കാണാൻ പറ്റും. ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സംഖ്യ കൊണ്ട് നടക്കും. എന്നാൽ തങ്ങളുടെ ആരോഗ്യത്തിന് നല്ലൊരു ചികിത്സ എന്ത് ചെയ്യണില്ല, ഒരു പ്രവാസി എടുക്കുന്നില്ല. പിന്നെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ പലരും സ്വയം പാചകം ചെയ്താണ് കഴിക്കുക. അപ്പോൾ ജോലി ടൈം കഴിഞ്ഞിട്ട് ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു റൂമിൽ 8-10 ആളുകൾ ചേർന്ന് അവരൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാചകം ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ ഈ പറഞ്ഞമാതിരി എന്താണ് പരിമിതമായ ബാത്റൂമുകൾ, അവിടെ ക്യൂ നിൽക്കേണ്ടി വരുന്ന അവസ്ഥ. ഇതൊന്നും ഒരു ദിവസം 2 ദിവസം ഒന്നല്ല, ജീവിതകാലം മുഴുവനാണ്. അപ്പോൾ സത്യത്തിൽ എന്ത് ചെയ്യണം, ഇത്രമാത്രം വേദനകളും വിഷമങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രവാസി അനുഭവിക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ നമുക്കെന്താ സമാധാനം, ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു സ്വതക്ക കൊടുത്താൽ, ഒരു ചെലവ് നടത്തിയാൽ അത് സ്വതക്കയാണെന്ന് പറയണ്ടല്ലോ. ഏറ്റവും നല്ല സ്വതക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മക്കൾക്ക് ചിലവിന് കൊടുക്കുമ്പോൾ, അപ്പോൾ അവിടുന്ന് ഒരു പ്രവാസി ഒരു മാസം ഒരു 25,000 റുപ്യ വീട്ടിൽ അയക്കണമെങ്കിൽ ആ 25,000 റുപ്യ എന്ത് ചെയ്യാൻ പറ്റും, അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്ന ഒരു ദാനമായി അയാൾക്ക് വിചാരിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ പണം സമ്പാദിച്ചതൊന്നും വെറുതെ ആവില്ല എന്ന് നമുക്ക് പറയാം. അതേമാതിരി തന്നെ കുറേ ആളുകൾക്ക് എന്ത് ചെയ്യും, ഒരു ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്നത് കൊണ്ട് പലപ്പോഴും എന്ത് ചെയ്യും, ധാരാളം ദീനിയായ ഗുണങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു അവർക്ക് ലഭിക്കുന്നു എന്നുള്ള മെച്ചങ്ങളുണ്ടാവാം. അതേപോലെ തന്നെ തങ്ങളുടെ മക്കളും കുട്ടികളൊക്കെ തങ്ങളുടെ സമ്പത്ത് കൊണ്ട് നല്ല ഭൗതിക അഭിവൃദ്ധി നേടുമ്പോൾ അത് കാണുമ്പോൾ ഒരു കൺകുളിർമയുണ്ടാകും. പല നല്ല സംരംഭങ്ങളിലും ഭാഗവാക്കാൻ കഴിയുന്നൊരു മാനസിക സംതൃപ്തി ഉണ്ടാകും. ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടെങ്കിലും അതുകൊണ്ടൊക്കെ ബാലൻസ് ചെയ്യുകയാണ് അവിടെ പ്രയാസങ്ങളെ. ഞാൻ ഇങ്ങനെയൊക്കെ സഹിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ ചില ഗുണങ്ങൾ എനിക്കുണ്ടല്ലോ എന്നൊരു സമാശ്വാസത്തിലാണ് ഒരു പ്രവാസി യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകുന്നത്. ഇതിൽ 20 വർഷത്തിലധികമായി പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ പ്രശ്നമാണ്. അയാളുടെ ലക്ഷ്യം വീട് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. മനോഹരമായ വീട് ഉണ്ടാക്കി. ഇപ്പം മടങ്ങിപ്പോരണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ മടങ്ങിപ്പോരാൻ അദ്ദേഹത്തിൻ്റെ ഉമ്മയും മക്കളും സമ്മതിക്കുന്നില്ല എന്നൊരു പ്രശ്നമാണ് പറയുന്നത്. അതെ, ഇത് ധാരാളം പ്രവാസികൾ പറയുന്ന ഒരു വിഷമാവസ്ഥയാണ്. ഇത് നമ്മളിപ്പോൾ ഇത് കേൾക്കുമ്പോൾ എന്ത് ചെയ്യും, ഇത്രമാത്രം കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടും അവരെ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും എൻ്റെ ഭാര്യ അത് വേണ്ടെന്ന് പറയുന്നല്ലോ എന്നുള്ളത് വളരെ വലിയൊരു വേദനയാണ്. അവിടെ നമുക്ക് വേണമെങ്കിൽ ഇവരെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഒരു വീട് ഇതുവരെ മുന്നോട്ട് പോയതിൻ്റെ സോഴ്സ് ഇദ്ദേഹമാണ്. അപ്പം അദ്ദേഹം തിരിച്ചു വരുന്നതോടുകൂടെ എന്ത് ചെയ്യും, നമ്മുടെ ഈ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും എന്ന ഒരാശങ്കയിൽ നിന്നാണ് ഈ ചോദ്യം ഉയരുന്നത്. അല്ലാതെ അദ്ദേഹം വരുന്നതിനോ കാണുന്നതിനോ കൂടെ നിൽക്കുന്നതിനോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. ആ ആശങ്ക ശരിക്കും ഈ ആശങ്ക അവരുടേത് മാത്രമല്ല, ഈ തിരിച്ചു വരുന്ന പ്രവാസിക്കും ഇതേ ആശങ്കയുണ്ട്. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരാശങ്കയുണ്ട്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരാൾ ഇതേപോലെ തന്നെ ഒരു 10-70ഓളം വയസ്സ് വരെ ഗൾഫിൽ നിന്നിട്ട് അയാൾ ഒരു ലീവിന് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇനി നാട്ടിൽ നിൽക്കാലോ, പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, വൈഫിനത് മനസ്സിലാവണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു വല്ലാത്ത വേദനയാണ്. അപ്പോൾ അത് എന്ത് ചെയ്യണം, ശരിക്കും കുടുംബം ഉൾക്കൊള്ളണം. ഞാനൊന്ന് നാട്ടിൽ വന്ന് നിൽക്കണം എന്നൊരു പ്രവാസി പറയുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു വാക്ക്, അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഒരു പ്രവാസിക്ക് കഴിയാന്ന് പറഞ്ഞാൽ അത് സാധിക്കാത്തൊരു തീരുമാനമാണ്. ഇനി അത് അങ്ങനെ ഒരാൾക്ക് തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് 100% പിന്തുണ കൊടുത്തിട്ട് ആര് നിൽക്കണം, ഭാര്യ മക്കൾ നിൽക്കണം തന്നെ നമ്മൾ പറയാം. ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ നിരുത്സാഹപ്പെടുത്താൻ പറ്റില്ല. അത് പിന്നെന്താ വരണമെന്നുണ്ടെങ്കിൽ ആ നിലക്ക് പോവുക. ഇപ്പോൾ നമ്മളെപ്പോഴും ഈ പ്രവാസത്തെ തിരഞ്ഞെടുക്കുന്നതോടെ പറയാം, ഇപ്പോൾ നമ്മളെന്താ വെച്ചാൽ അള്ളാഹു ഇപ്പോൾ നമ്മൾ ഉമ്മൻ്റെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ മലക്ക് വന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ റിസ്ക് എഴുതുന്നതാണ്. എല്ലാ ആളുകൾക്കൂടെ റിസ്ക് അത് കണക്കാക്കിയിട്ടുണ്ട്. അത് പൂർത്തിയാക്കിയിട്ടേ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ എന്നാണ്. ഇതൊക്കെ ഓരോ സബബുകൾ മാത്രമാണ്. നമ്മൾ തൗഹീദിൻ്റെ തന്നെ ഭാഗമാണെന്ത്, ഒരു സബബിനെ നമ്മൾ ഇതിൽ തവക്കുലാക്കാൻ പറ്റില്ല. നമ്മൾ തവക്കുലാക്കേണ്ടത് ആരിലാണ്, പടച്ചോലിലാണ് തവക്കുലാക്കേണ്ടത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ശരിക്കും ആ ചോദ്യമാണ് പലരെയും പ്രവാസത്തിലേക്ക് പറഞ്ഞയക്കുന്നത്. പ്രവാസത്തിന് തിരിച്ചു വരാനുള്ള ആളുകളുടെ തടസ്സവും എന്തുതന്നെയാണ്, എന്നാൽ ഇനി ഭക്ഷണത്തിന് എന്ത് ചെയ്യുന്നതാണ്. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. നമുക്ക് എവിടെയാണെങ്കിലും നമ്മുടെ റിസ്ക് കിട്ടും. നമ്മൾ അവിടുത്തെ സാഹചര്യം അനുസരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ മതി. ഈ ബോധം ആർക്ക് വേണം, തിരിച്ചു വരണമെങ്കിൽ പ്രവാസിക്ക് വേണം. പ്രവാസി തിരിച്ചു വരുമ്പോൾ അയാളെ നല്ല മനസ്സോടെ സ്വീകരിക്കണമെങ്കിൽ ആർക്ക് വേണം, ഭാര്യക്കും മക്കൾക്കും ഉമ്മാർക്കൊക്കെ വേണമെന്ത്. ഇതുകൊണ്ടൊന്നും നമ്മൾ കഷ്ടപ്പെട്ടു പോകില്ല, നമുക്കുള്ള റിസ്ക് കിട്ടും. കുറച്ച് കാലം നമ്മൾ ഒന്നിച്ച് താമസിക്കട്ടെ
എന്ന് ചിന്തിക്കാനുള്ളൊരു വിശാല മനസ്സ് എന്തായിരുന്നാലും വീട്ടുകാർ കാണിക്കേണ്ടതുണ്ട്. ഈ മൊലി ഇതിലിപ്പോൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ടൊരു കാര്യം, സോഷ്യൽ മീഡിയയിൽ പ്രവാസികൾ അവരുടെ പ്രശ്നങ്ങളായി പറയാറുള്ളൊരു വിഷയമാണ്. നാട്ടിൽ നിന്ന് ചില ആളുകളൊക്കെ എന്ത് ചെയ്യും, മടങ്ങിപ്പോര് എന്നൊക്കെ പറയും. അത് കേട്ടിട്ട് എന്ത് ചെയ്യാൻ നിൽക്കരുത്, നമ്മൾ ചാടിക്കുടഞ്ഞ് പോകാൻ നിൽക്കരുത്. അവിടെ നമുക്കൊന്നും ചെയ്യാനുണ്ടാവില്ല. ഇങ്ങോട്ട് അതേപോലെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ മടങ്ങി വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. വിളിക്കണ ആൾക്കാരുടെ ഉഷാറൊന്നും പിന്നെ ചെന്നാലുണ്ടാവില്ല എന്ന് അവരെ തന്നെ ട്രോളുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിൽ ഒരു യാഥാർത്ഥ്യമില്ലേ എന്ന് സംശയം. കാരണം മടങ്ങി വന്ന പ്രവാസികൾ നിർത്തിപ്പോന്നു എന്ന് പറഞ്ഞ പല ആളുകളും കുറഞ്ഞ മാസങ്ങൾക്കുള്ളിൽ തന്നെ വീണ്ടും അങ്ങോട്ട് പോകുന്നത് നമ്മൾ കാഴ്ച കാണുകയും ചെയ്യാണ്. ഇത് ഇന്ന് പ്രവാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. പ്രത്യേകിച്ച് ഈ സ്വദേശവൽക്കരണമൊക്കെ വരുമ്പോൾ ധാരാളം ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്നുണ്ട്. ഒരിഷ്ടം കൊണ്ടല്ല, പക്ഷെ പോരേണ്ടി വരുന്നുണ്ട്. നമ്മൾ സ്വമേധയാ തീരുമാനിക്കാതെ തന്നെ പോരുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഉള്ളൊരു ബേജാറാണിത്. സത്യം പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ, ഈ ഒരു ആശങ്കയുടെ പേരിൽ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വരാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാലത്തും നാട്ടിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചു വരാൻ സാധിക്കില്ല. അപ്പോൾ അതിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു തവക്കുൽ എന്നുള്ള ഒരു വിചാരം നമുക്കുണ്ടാവുക എന്നതിലുപരി എന്താ പറയുക, ഒന്നവർ ചിന്തിക്കണത്, നമ്മൾ ഗൾഫിൽ ഇപ്പോൾ എന്ത് ജോലിയാണെങ്കിലും ഒരു ഗൾഫുകാരൻ എന്ന ഒരു ഡോക്ടർ, അത് എൻജിനീയർ അല്ലെങ്കിൽ അധ്യാപകൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഗ്രേഡാണ് എന്ത്, പ്രവാസി. അപ്പോൾ അതുകൊണ്ട് എന്താണ്, അവിടെ എന്ത് ജോലി ചെയ്യുന്നതല്ല, അയാളൊരു ഗൾഫുകാരനാണ് എന്ന് പറയുമ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു, ആ ഒരു നിലവാരത്തിലാണ് നാട്ടിൽ ജീവിക്കണം. അപ്പോൾ അയാൾ ഇവിടെ വന്നിട്ട് എന്ത് ജോലിയാണ് ചെയ്യുക? ഇവിടെ ഗൾഫുകാരെന്നുള്ളൊരു ജോലി ഇവിടെ ചെയ്യാൻ പറ്റില്ലല്ലോ, അത് അവിടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അയാൾ എന്ത് ചെയ്യുക? ഈ നമ്മുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഒരു ജോലി കിട്ടുന്നില്ല എന്നതാണ് യഥാർത്ഥത്തിൽ എന്ത്, പ്രവാസിയുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചാൽ ഒരിക്കലും എന്ത് ചെയ്യും, ഒരു ജോലി കിട്ടൂല. അങ്ങനെ ആർക്കേ ജോലി കിട്ടുള്ളൂ, ഒരു ജോലി ഇവിടെ ഉണ്ടായിട്ട് അത് ലീവ് എടുത്ത് പോയവന് വേണമെങ്കിൽ അവിടെ ഒന്ന് റീജോയിൻ ചെയ്യാം. വേറെയുള്ള ഒരാൾ എന്ത് ചെയ്യണം, 50-ാമത്തെ വയസ്സിൽ ഇവിടെ തിരിച്ചു വരുന്നവൻ 50 വയസ്സുള്ള ഒരാൾക്ക് അന്വേഷിക്കാവുന്ന ഒരു ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ അത് പലപ്പോഴും എന്ത് ചെയ്യില്ല, സാധിക്കാതെ വരുന്നു. അപ്പോൾ പ്രവാസികൾ എന്താ ചെയ്യുക വെച്ചാൽ, വലിയ വലിയ ബിസിനസ്സുകൾ, വലിയ വലിയ ഹോട്ടലുകൾ, ഇതൊക്കെ എന്ത് ചെയ്യും, കടം വാങ്ങിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ നാട്ടിൽ നടത്തും. നമുക്കറിയാലോ ഇവിടുത്തെ അവസ്ഥ. പലപ്പോഴും എന്ത് ചെയ്യും, ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച സ്വത്ത് മുഴുവൻ ഇവിടെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമ്മളെപ്പോഴും പറയാറുള്ളത് എന്താ വെച്ചാൽ, നാട്ടിൽ ജോലിയുണ്ട്, നാട്ടിൽ എല്ലാവർക്കും ജോലിയുണ്ട്. പക്ഷേ എന്ത് ജോലിയും ചെയ്യാൻ എന്ത് ചെയ്യണം, തയ്യാറാവുക എന്നുള്ളതാണ്. അപ്പോൾ അവൻ്റെ നാട്ടിൽ ഒരു മലപ്പുറം ജില്ലക്കാരനൊക്കെ അവിടെ ജോലി ചെയ്യാൻ ഇങ്ങനത്തെ ഒരു എൻ്റെ ഒരു സ്റ്റാൻഡേർഡ് പറ്റില്ല തോന്നുകയാണെങ്കിൽ നമ്മൾ അവിടെ ചെയ്യേണ്ട, നമുക്ക് ബാംഗ്ലൂരിലോ മദ്രാസിലോ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും നമുക്ക് ചെയ്യാലോ. അപ്പോൾ പോവുക. അപ്പോൾ അവിടെയൊക്കെ ആകുമ്പോൾ എന്താണ്, എപ്പോഴും നമുക്ക് വരാൻ തിരിച്ചു പോകാൻ പറ്റും. നമ്മൾക്ക് എന്ത് ചെയ്യാണ്, നാട്ടിന് പുറത്തുള്ള ഗൾഫിലല്ലാതെ നമ്മുടെ നാട്ടിൽ തന്നെ എപ്പോഴും, ഇനിയിപ്പോൾ ആഴ്ചക്കൊരുക്കെ വരാനേ പറ്റുന്നുണ്ടെങ്കിലും നമുക്കൊരു ജോലിയല്ലേ. ഒരു 500 രൂപ ഒരു ദിവസം കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യും, ഒരു 15,000 രൂപ മന്ത്ലി കിട്ടുകയാണെങ്കിൽ കടങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ജീവിച്ചു പോകാൻ പറ്റും. 500 രൂപയില്ലാത്ത എന്ത് ജോലിയാണ് നമ്മുടെ നാട്ടിലുള്ളതെന്ന് ആലോചിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ കിട്ടാവുന്ന ഒരു ജോലിയിൽ നിന്ന് ഉയർന്നുയർന്ന് പോവാൻ കഴിയുക എന്നുള്ളൊരു മനസ്സ് പ്രവാസിക്കുണ്ടായാൽ നാട്ടിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലി ചെയ്യാൻ പറ്റും. അല്ലാത്തൊരവസ്ഥയിൽ ഒരിക്കലും ഒരു ജോലി ചെയ്ത് പോകാൻ ഒരിക്കലും സാധ്യമല്ല. പിന്നെ അവിടെ ഉള്ളത് ഇവിടെ നമ്മൾ വ്യത്യസ്തമല്ല, അവിടെയുള്ള പണം അവർക്ക് ഒന്നിച്ച് കിട്ടും, മനസ്സിലായി, ഒന്നിച്ച് കിട്ടുകയും അതിന് അവിടെ മൂല്യം കൂടുതലാണ്. സ്വാഭാവികമായും അതിന് നമ്മൾ എന്തൊക്കെ കിഴിക്കണം, നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് കിഴിക്കണം, അവിടുത്തെ ചിലവ് കിഴിക്കണം, നാട്ടിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതം മൈനസ് ആക്കണം, മനസ്സിലായി, മക്കളോടൊപ്പം ജീവിക്കാൻ കഴിയാത്ത കാര്യം, ഇതെല്ലാം നമ്മൾ മൈനസ് ചെയ്താൽ ഒരു പക്ഷേ നാട്ടിൽ കിട്ടുന്ന ശമ്പളത്തെക്കാളും മൈനസ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കും. അതങ്ങനെ ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമെങ്കിൽ നാട്ടിൽ നിൽക്കാൻ അയാൾക്ക് കഴിയുമെന്നാണ് മനസ്സിലാവുന്നത്.